ജോസഫ് മാഷിൻ്റെ പാട്ട് ഒരു ചൂട് കാപ്പി. ഇതാണല്ലോ നമ്മുടെ പതിവ്. ആ പതിവ് നമുക്കിന്ന് മാറ്റാം. ഇന്നത്തെ സ്പെഷ്യൽ ചെറുപയർ പായസമാണ്. അതിനായിട്ട് നമുക്ക് 3 തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിനകത്ത് 2 എണ്ണം മതി. ഇന്നത്തെ നമ്മുടെ ചീഫ് കുക്ക് അമ്മ തന്നെയാണ്. എല്ലാ ദിവസവും അമ്മ തന്നെയാണ് കുക്ക് ചെയ്യാറ്. ഇന്നും അമ്മ തന്നെയാണ് കുക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ച തേങ്ങ ചിരകണം. തേങ്ങ ചിരകുന്ന സ്പെഷ്യലിസ്റ്റ് ഞാനായതുകൊണ്ട് അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ തേങ്ങ സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബെല്ലം ഒഴിക്കാൻ വെക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം വെച്ച് അതിനകത്തേക്ക് ഒരു 7-8 കഷ്ണം ബെല്ലം ഒക്കെ ഇട്ട്, ബെല്ലം നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ. അതിട്ട് അത് നന്നായി ഉരുക്കിയെടുക്കുക. കഷ്ണമൊന്നും പാടില്ല. ഞാനിവിടെ എത്ര നേരം എന്നറിയാം തേങ്ങ ചിരകുന്നു. ഇതുവരെ ഞാൻ ആകെ ചേർത്തിയത് ഒരു തേങ്ങേൻ്റെ കുറച്ച് ഭാഗമാണ്. എത്ര ചേർണ്ടി തീരുന്നില്ല. അപ്പോൾ ഈ പരിഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പായസത്തിലേക്ക് കിടക്കാം. ബെല്ലം ഉരുക്കാൻ വെച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെറുപയർ പരിപ്പില്ലേ, തൊലി പൊളിച്ച ചെറുപയർ, അത് മേടിക്കാൻ കിട്ടും. അത് കുറച്ച് ചെറിയൊരു ഫ്ലെയിമിനകത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. അതൊരു ഹാഫ് ടൈം ആകുമ്പം അതിനകത്തുനിന്ന് കുറച്ച് ഭാഗം മാറ്റി വെക്കുക. നല്ല ചൂടുണ്ടാവും, അത് നോക്കി മാറ്റി വെക്കുക. മറ്റേ പാർട്ട് നന്നായിട്ട് വറുത്ത് കിട്ടണം. എന്നിട്ട് അത് നമ്മൾ കുക്കറിനകത്തേക്ക് ഇടുക. ആദ്യം മാറ്റി വെച്ചതും നമ്മൾ രണ്ടാമത് വറുത്തതും കൂടെ ഒരുമിച്ച് വേണം ഇടാനായിട്ട്. അതിനുശേഷം ഇത് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക. 2 വിസിലെങ്കിലും നമുക്ക് വരണം. ചെറുപയർ പരിപ്പ് വേകണം. നമുക്ക് 2 വിസിൽ വരണം. അപ്പം ഇതിൻ്റെ വിസിൽ വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഒരുക്കാൻ വെച്ച ബെല്ലം അത് നന്നായി ഉരുകി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കുക. നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കണം. അതിന് വേണ്ടി അരച്ച് തേങ്ങാപ്പാലൊക്കെ എടുക്കുക. അപ്പം ആദ്യം 2ാം തേങ്ങാപ്പാൽ ആദ്യം നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ പരിപ്പായതിനകത്തേക്ക് ഇട്ട് കുറുക്കിയെടുക്കുക. അതിന് ശേഷം ബെല്ലവും 1ാം പാലും ഒഴിക്കുക. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നെയ്യ് ചൂടാക്കി അതിനകത്തേക്ക് തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് മുരിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ പായസത്തിലേക്ക് ഇടുക. പായസം നമ്മൾ ആക്കി വെച്ചതിലേക്ക് ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം മേക്കിങ്. വളരെ സിമ്പിളാണ്. ആരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അടിപൊളിയാണ്.